Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ M.Com ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റ് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മൾക്ക് ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ഈ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 4 തിയറീസ് ആണ് മേജർ ആയിട്ട് പറയുന്നത്. 4 തിയറിയിൽ വരുമ്പോൾ മെർക്കൻഡൈൽ വ്യൂ, ക്ലാസിക്കൽ തിയറി ഓഫ് ട്രേഡ്, ദെൻ മോഡേൺ തിയറി, ദെൻ ന്യൂ തിയറി ഓഫ് ട്രേഡ് എന്നുള്ള 4 തിയറിയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ക്ലാസിക്കൽ തിയറിയിൽ 2 തിയറീസ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മോഡേൺ തിയറിയിൽ ഒരു 3-4 തിയറീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം വരുന്നത് മെർക്കൻഡലിസം ഓർ മെർക്കൻഡലിസ്റ്റ് വ്യൂ എന്നുള്ളതാണ്. ഓക്കെ, മെർക്കൻഡലിസം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള ബുക്കിന് ശേഷം പബ്ലിഷ് ചെയ്തതാണ് ഈ മെർക്കൻഡലിസം എന്ന് പറയുന്ന ഒരു കാര്യം. സോ ഇതിൽ വന്നിട്ട് ഈ കാര്യം എന്ന് പറയുന്നത് മേജർലി പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് 17th and 18th സെഞ്ചുറിയിലാണ്. ഇതിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെൻസിന്റെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ മെർക്കൻഡലിസം എന്ന് പറയുന്നത്. ആരൊക്കെയെന്ന് വെച്ചാൽ ബാങ്ക്സ്, മെർച്ചന്റ്സ്, ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഫിലോസഫേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ ഇൻക്ലൂഡ്മെന്റ് കൂടി വരുന്നതാണ് ഈ മെർക്കൻഡലിസം എന്ന് പറയുന്നത്. സോ ഇതിലെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇത് എങ്ങനെയാണ് അഡ്വക്കേറ്റ് ചെയ്യണത് എന്നാന്ന് വെച്ചാൽ ആഡം സ്മിത്ത് വന്നിട്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെർക്കൻഡലിസം വ്യൂ എന്നുള്ളത് പറയുന്നത്, അതായത് നമ്മളുടെ ഇമ്പോർട്ടിന് വന്നിട്ട് റിസ്ട്രിക്ട് ചെയ്യുക, എക്സ്പോർട്ടിന് വന്നിട്ട് എൻകവറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെർക്കൻഡലിസം വ്യൂല് മേജർ ആയിട്ടുള്ള വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട് ആൻഡ് എൻകവറേജിംഗ് എക്സ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. അതേപോലെ തന്നെ ഈ മെർക്കൻഡലിസം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിലാണ് വന്നത്, മെർക്കാൻസ് എന്നുള്ളതാണ്. മെർക്കാൻസ് ആണ് ബയേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഈ മെർക്കൻഡലിസം എന്ന് പറയുന്നത് ഓൾഡർ ആയിട്ടുള്ള ഒരു ഫ്യൂഡൽ മെർക്കൻഡലിസത്തിനെ വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് മെർക്കൻഡലിസം എന്ന് പറയുന്നത്. ഈ മെർക്കൻഡലിസ്റ്റ് തിയറിയിൽ വന്നിട്ട് ഹൈലി നാഷണലിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ലുക്സ് ഔട്ട്ലുക്ക് ഓഫ് ദ ആൻഡ് ദ ഫേവർ സ്റ്റേറ്റ് റെഗുലേഷൻസ് ആൻഡ് സെൻട്രലൈസ്ഡ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഫോറിൻ ട്രേഡ് എന്നുള്ളതാണ്. സോ ഈ മെർക്കൻഡലിസ്റ്റ് വ്യൂവിൽ വന്നിട്ട് അവരുടെ ഒരു നേഷന്റെ വെൽത്ത് എന്ന് പറയുന്നത് അവർ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കും പ്രീഷ്യസ് മെറ്റൽസും അതേപോലെ തന്നെ ഈ ഗോൾഡ്, സിൽവർ എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം അവരുടെ കയ്യിലുണ്ടോ അത്രത്തോളം അവർക്ക് വെൽത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ മെർക്കൻഡലിസം വ്യൂവിൽ പറയുന്നത്. അതേപോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറയുന്നത് കറൻസി വന്നിട്ട് ട്രേഡ് ചെയ്യണത് ഒരു നേഷനും ഇന്നൊരു നേഷനും തമ്മിലായിരുന്നു. ഓക്കെ, എ കൺട്രി കുഡ് അക്യുമുലേറ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ബൈ എക്സ്പോർട്ടിംഗ് മോർ ആൻഡ് ഇമ്പോർട്ടിംഗ് ലെസ് എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. ദെൻ മെർക്കൻഡലിസം വ്യൂവിൽ എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ റിസ്ട്രിക്ഷൻ ഓഫ് ഇമ്പോർട്ട്, എൻകവറേജ്മെന്റ് ഓഫ് എക്സ്പോർട്ട്, അതേപോലെ തന്നെ അക്യുമുലേഷൻ ഓഫ് ഫോറിൻ കറൻസീസ് ഓർ ഗോൾഡ് ആൻഡ് സിൽവർ, ദെൻ സബ്സിഡി കൊടുക്കുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മേജർ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ എക്സ്പോർട്ട് എൻകവറേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പി റൈറ്റിനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും എന്നുള്ള റൈറ്റും അലോ ചെയ്യുന്നുണ്ട്. ദെൻ വേജസും അതേപോലെ തന്നെ കൺസംഷൻ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് കോളനീസ് ആൾക്കറിയാലോ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് എന്നുള്ള കുറെ കോളനീസ് ഉണ്ട്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ആ കോളനീസിനെ വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന ക്രിറ്റിസംസ് ആണ്. ക്രിറ്റിസംസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു സീറോസം ഗെയിം ആണ്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പോർട്ടിന് വന്നിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. പക്ഷെ ഇതിൽ വന്നിട്ട് ഒരു ഗ്ലോബലി വെൽത്തിനെ വന്നിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഗ്ലോബലി നമ്മളുടെ പ്രോബ്ലംസ് വന്നിട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു നേഷന്റെ കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമാണ്, അല്ലാതെ ഈ ലോകം മൊത്തം വികസനിപ്പിക്കുക, ലോകം മൊത്തം ഒരു നല്ലൊരു ഇത് കൊണ്ടുവരിക എന്നുള്ളതല്ല മെർക്കൻഡലിസത്തിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ഈ പോളിസീസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ആയിരിക്കും. ഇത് അന്ന് പറയുന്നത് ഒരു ക്രിറ്റിസംസ് ആണ്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് പോസിബിൾ ആണ് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെർക്കൻഡലിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ദ ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ്. സോ ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫ്രീ ട്രേഡ് ആൻഡ് കോമ്പറ്റീഷൻ ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഇത് വന്നിട്ട് മേജർലി 2 തിയറിയാണ് നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത്. ഒന്ന് വന്നിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ആഡം സ്മിത്ത് കൊണ്ടുവന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ്. ദെൻ രണ്ടാമത്തെ കൊണ്ടുവന്ന നമ്മുടെ റിക്കാർഡോ ആണ്, അതായത് നമ്മുടെ ഡേവിഡ് റിക്കാർഡോ ആണ്. ഓക്കെ, ഡേവിഡ് റിക്കാർഡോ കൊണ്ടുവന്നത് നമ്മുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്.
ഓക്കെ, ഈ 2 തിയറിയാണ് അവർ കൊണ്ടുവന്നത്. സോ ഇത് രണ്ടും വന്നിട്ട് ഒരു അഡ്വാൻറ്റേജിന്റെ ബേസിസിലാണ്, ഒരു നേഷന്റെ അഡ്വാൻറ്റേജസിന്റെ ബേസിസിൽ കൊണ്ടുവന്നതാണ് ഈ 2 തിയറിയും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൊണ്ടുവന്നത് നമ്മുടെ ആഡം സ്മിത്ത് ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഓൾ നേഷൻസ് ടു ബിക്കം റിച്ച് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ നേഷൻസിനും ഒരേപോലെ റിച്ച് ആവുക എന്നുള്ളത് പോസിബിൾ അല്ല. അതായത് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയും USA എടുക്കുകയാണെങ്കിൽ നമ്മളുടെ USA എന്ന് പറയുന്നത് ടെക്നോളജിക്കലി കുറച്ചുകൂടി നമ്മളെക്കാട്ടിലും മുന്നോട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ അഡ്വാൻറ്റേജ് അതാണ്, പക്ഷെ നമ്മളുടെ അഡ്വാൻറ്റേജ് അതായിരിക്കില്ല. നമ്മളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. സോ അതാണ് നമ്മളുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. സോ എന്താണോ അവരുടെ കയ്യിലുള്ള അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജ് വെച്ച് അതിനെ എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരുടെ അഡ്വാൻറ്റേജ് എന്താണോ അതിൽ വന്നിട്ട് നമ്മൾ ഗെയിന് കൊണ്ടുവരിക എന്നുള്ളതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. അതായത് എന്താണ് നമ്മൾ സ്കിൽഡ് ലേബേഴ്സ് ആണോ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജീസ് ആണോ നമ്മുടെ കൺട്രിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മളുടെ ചില കൺട്രീസിൽ വന്നിട്ട് ഈ ഗോൾഡ് എന്ന് പറയുന്നത് ചീപ്പ് റേറ്റ് ആണ് അല്ലേ, അപ്പൊ അവർക്ക് വന്നിട്ട് അതൊരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഓയിൽസ് എന്ന് പറയുന്നത് അത് അവരുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജസ് ആണ്. USA UK ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് is based on the principle of absolute advantages. His theory is based on the assumption that there are 2 countries, 2 commodities and 1 factor. അതായത് 1 factor എന്ന് പറയുന്നത് നമ്മുടെ ലേബർ ഫാക്ടർ ആണ്. ഓക്കെ, then Adam Smith theory is based on labor theory of value, which asserts that labor is the only factor of production and that is the closed economy, good exchange for the on another എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. സോ ഫ്രീ ട്രേഡ് enables the country to produce the variety of goods and services. Also, the every country should specialize in production those product at the cost less than that of the other country എന്നുള്ളത് കൂടിയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ തിയറിയുടെ ആദ്യത്തെ തിയറി. ദെൻ രണ്ടാമത്തെ തിയറിയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡേവിഡ് റിക്കാർഡോ കൊണ്ടുവന്നതാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു കമ്പാരിസണിലൂടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ഓക്കെ, സോ ഈ കമ്പാരിസണിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ കൺട്രി ഷുഡ് പ്രൊഡ്യൂസ് എക്സ്പോർട്ട് those products for which it is reflectively more productive than that of other countries എന്നുള്ളതാണ് നമ്മളുടെ റിക്കാർഡോ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയും ചൈനയും എടുക്കാം. ഇന്ത്യക്ക് വന്നിട്ട് യൂണിറ്റ്സ്, നമ്മൾ ഒരു യൂണിറ്റ്സ് മെഷർമെന്റ് നമ്മൾ കണക്കാക്കാം. ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ ഒരു യൂണിറ്റ് മെഷർമെന്റ് നമ്മൾ കണക്കാക്കാം. സോ വീറ്റും ക്ലോത്തും എന്നുള്ളതാണ് 2 പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. വീറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് 20ഉം ചൈനയ്ക്ക് 10ഉം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലോത്ത് എന്ന് പറയുന്നത് ഇന്ത്യക്ക് 10ഉം ചൈനയ്ക്ക് 6ഉം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ വീറ്റ് തമ്മിലുള്ള കമ്പാരിസൺ നോക്കുന്ന സമയത്ത് 20ഉം 10ഉം ആണ്. അവിടെ എത്ര യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്? 10 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അതേ നമ്മൾ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ 10ഉം 6ഉം ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ 4ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ ചൈന എന്താ ഡിസൈഡ് ചെയ്യുക? ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ചൈനയ്ക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് തോന്നുന്നതായിരിക്കും, അതായത് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ചൈനയ്ക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. ബിക്കോസ് അവിടെ 4അല്ലേ ഉള്ളൂ, പക്ഷെ മറ്റുള്ളത് 10 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിൽ കൂടെ ആയിരിക്കും. ഓക്കെ, ഏതാണോ നമ്മളുടെ സോ ഇതിന് നമ്മളുടെ എക്സ്പോർട്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? നമ്മളുടെ സ്മോൾ ആയിട്ടുള്ളത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അതായത് ചൈന എന്ത് ചെയ്യും? ക്ലോത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ക്ലോത്ത് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യും, ദെൻ വീറ്റ് വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഡിഫറൻസസ് ആണ്. സോ ഈ ഡിഫറൻസ് വന്നിട്ട് സ്ക്രീനിൽ കാണിക്കുക, നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിച്ചാൽ മതി. ഇതുവരെ നമ്മൾ പറഞ്ഞതാണ്. സോ അതെന്താന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു 5-6 പോയിന്റ് നിങ്ങൾ നോക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്രിറ്റിസംസ് ആണ്. ഒന്ന് വന്നിട്ട് ഇതെന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു അൺറിയലിസ്റ്റിക് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് തന്നെ വരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അതെന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആണ്. പിന്നെ വന്നിട്ട് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും അല്ല. സോ അതെന്ന് പറയുന്നത് ഒരു ക്രിറ്റിസംസ് ആണ്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഫുള്ളി ബേസ്ഡ് ഓൺ അസംഷൻസ് ആണ്. അസംഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അതെന്ന് പറയുന്നത് ഒരു ക്രിറ്റിസംസ് ആണ്. അതേപോലെ തന്നെ ഈ റിക്കാർഡോ വന്നിട്ട് നമ്മൾക്ക് എന്താ ചെയ്തിട്ടുള്ളത്? ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്നുള്ള ഒരു കോസ്റ്റിനെ തന്നെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും ഈ തിയറി വന്നിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്.
സോ അത് എന്ന് പറയുന്നത് ഒരു ക്രിറ്റിസംസ് ആണ്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് 2 കൺട്രീസിൽ വന്നിട്ട് 2 കമോഡിറ്റീസ് മോഡൽ ഇസ് അൺറിയലിസ്റ്റിക്. അതായത് 2 കൺട്രിയിൽ 2 കമോഡിറ്റി മോഡൽ എന്ന് പറയുന്നത് തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഗോതമ്പ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യണു എന്നുള്ളത് ഓക്കെ. ദെൻ അതേപോലെ തന്നെ അതേ കൺട്രിയിൽ തന്നെ കോട്ടൺ കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടി കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേഷൻ ഉണ്ടാകാതിരിക്കാം. പക്ഷെ നമ്മൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു ക്രിറ്റിസംസ് ആണ്. അതാണ് രണ്ട് കൺട്രീസിൽ. സോ അതാ ഇതിൽ പറയുന്നത് 2 കൺട്രീസ് 2 കമോഡിറ്റി മോഡൽ ഇസ് അൺറിയലിസ്റ്റിക് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് നോട്ട് ഫോർ ഫ്രീ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് സംഷൻ ആണ്. അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആണ്. ഓക്കെ, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതെന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആണ്. അതേപോലെ തന്നെ റോൾ ഓഫ് ടെക്നോളജിനെ വന്നിട്ട് നെഗ്ലേറ്റ് ചെയ്താണ് പറയുന്നത്. അതും ഒരു ക്രിറ്റിസംസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ വരുന്നത്. ദെൻ നമ്മളുടെ മൂന്നാമത്തെ തിയറിയാണ് മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഈ മോഡേൺ തിയറി നമുക്ക് കുറെ തിയറീസ് വരുന്നുണ്ട്, ഒരു 4-5 വരുന്നുണ്ട്. സോ ഇതിൽ ആദ്യം വരുന്നത് ഹെച്ചേഴ്സ് ഓക്ലിൻ തിയറി, HO തിയറി എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി എന്ന് പറയുന്നുണ്ട്, ഫാക്ടർ എൻവോൺമെന്റ് തിയറി എന്ന് പറയുന്നുണ്ട്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ആരാണോ ഏതിലാണോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് അതിനെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഹെച്ചർ പറയുന്നത്. അതായത് ലേബർ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യുക, ക്യാപിറ്റൽ ഫോഴ്സ് ആണ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫോഴ്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് വന്നിട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മളുടെ ഹെച്ചർ പറയുന്നത്. ഓക്കെ, ഹൗ ദ കൺട്രീസ് അക്യൂർ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ഫാക്ടർ എൻവോൺമെന്റ്. അതായത് ഇത് നമ്മൾ പറയുന്നത് കമ്പാരിസൺ ആണ്, പക്ഷെ ഇവിടെ കമ്പാരിസൺ അല്ല, നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫാക്ടർ കമ്പാരിസണിൽ പറയുന്നത്. എലിക്സ് ഹെച്ചറും ബെർലിൻ ഒഹ്ലിനും ആണ്, സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഇതിൽ നമ്മൾക്ക് പറയുന്നതാണ് ഇതിനൊരു ജനറൽ ഇക്ലിബ്രിയം തിയറി എന്ന് കൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന് മുന്നിൽ പറഞ്ഞതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താന്നുള്ളതൊന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലെൻഡേഴ്സ് ഇൻകം പെർഫോമൻസ് സിമിലാരിറ്റി തിയറിയാണ്. ഇതെന്ന് പറയുന്നത് ഇൻകത്തിന്റെ പെർഫോമൻസ് അനുസരിച്ച് അതിന്റെ സിമിലാരിറ്റി എന്താന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് നമ്മളുടെ ഡിമാൻഡ് സൈഡ് റാദർ ദാൻ ദ പ്രൊഡക്ഷൻ സപ്ലൈ സൈഡ്. അതായത് ഡിമാൻഡ് സൈഡ് ഉണ്ടാകും, സപ്ലൈ സൈഡും ഉണ്ടാകും. ഡിമാൻഡ് സൈഡിനെ വിട്ടിട്ട് സപ്ലൈ സൈഡിനെ മാത്രം നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ഈ ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടത് പ്രോഫിറ്റ് ആണല്ലോ. സോ ഇൻകത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്നത്, അതല്ലാതെ ഡിമാൻഡിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്നു എന്നുള്ളതിന് ഫോക്കസ് ചെയ്യാതെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നത് ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്. അതായത് ഹ്യൂമൻ സ്കിൽസും ആസ് വെൽ ആസ് ടെക്നോളജി ബേസിൽ ഇത് രണ്ടും വന്നിട്ട് എങ്ങനെയാണ് ഒരു കൺട്രീസിൽ വന്നിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതായത് ന്യൂ പ്രോഡക്റ്റ് വന്നിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് അവർ കൊണ്ടുവരികയാണെങ്കിൽ ആ ന്യൂ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മളുടെ മാത്രമായിരിക്കണം, അല്ലാതെ നമ്മളെ നോക്കി കോപ്പി അടിച്ചിട്ട് ഇന്നൊരു ആൾക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ആ പ്രോഡക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞ തിയറിയാണ് അല്ലെ. സോ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി റെഡ്മോൺ വെർമൺ ആണ് കൊണ്ടുവന്നത്, അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്, പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ അതിനെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ആ ഹോം കൺട്രിയിൽ തന്നെ അതിന് സെയിൽ ചെയ്യുക. എങ്ങനെയാണ് കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് അവരുടെ ടേസ്റ്റ്, എങ്ങനെയാണ് അവരുടെ വ്യൂ എന്നുള്ളതൊക്കെ നമ്മുടെ ഹോം കൺട്രിയിൽ തന്നെ നോക്കുക. ഹോം കൺട്രിയിൽ നോക്കിയിട്ട് ഓക്കെ ആണ് എന്ന് അറിയുന്ന ശേഷം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വന്ന് നമ്മൾ എന്ത് നടത്താം, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് വന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ നടത്താം. നടത്തിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക, റെഗുലർ ആയിട്ട് ഇത് അങ്ങോട്ട് എക്സ്പോർട്ട് നടത്താം. അവർ ഓക്കെ ആണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ റെഗുലർ ആയിട്ട് എക്സ്പോർട്ട് നടത്താൻ തുടങ്ങുക ഫ്രം പാരന്റ് കമ്പനി. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ഇൻ ഫോറിൻ കൺട്രി, ആ ഫോറിൻ കൺട്രിയിൽ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വന്നിട്ട് ഇതിനങ്ങനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത്. ഇതേപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരിക, അതിനെ നമ്മൾ ഇവിടെ നോക്കുക, സെയിൽ ചെയ്ത് നോക്കുക. ദെൻ അതേപോലെ തന്നെ അത് ലിമിറ്റഡ് ആയിട്ട് അങ്ങോട്ട് നമ്മൾ സെയിൽ ചെയ്യുക, പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സ്പോർട്ട് നടത്തുക, പിന്നെ പ്രൊഡക്ഷൻ അങ്ങോട്ട് തന്നെ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ റെഗുലർ ആയിട്ട് നമ്മൾ റിവേഴ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിത്തെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ മൂന്നാമത്തെ തിയറി കഴിഞ്ഞു. ദെൻ നമ്മുടെ നാലാമത്തെ തിയറിയാണ് ന്യൂ ട്രേഡ് തിയറി എന്നുള്ളതാണ്. ഓക്കെ,
ഒരു കളക്ഷൻ ഓഫ് എക്കണോമിക് മോഡലിലൂടെയാണ് ഈ ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത് വരുന്നത്. 1970s പോൾ ഹുഗ്മാൻ ആണ് കൊണ്ടുവരുന്നത്, ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ വ്യൂവിൽ വന്നിട്ട് ഒരു തിയറി വന്നിട്ട് എങ്ങനെയാണ് ആർഗ്യൂ ചെയ്ത് പോകുന്നത്, അതിന്റെ എക്കണോമിക് സ്കെയിൽ എന്താണ്, അതിന്റെ ഇൻക്രീസ് റിട്ടേൺസും കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻഡസ്ട്രി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വന്നിട്ട് ഒരു ഇന്റർ ഇൻഡസ്ട്രി ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു ഇന്റർ ഇൻഡസ്ട്രീസ് ആണ് നോക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ HO തിയറിയുടെ ഒരു വഴിയിലൂടെ വന്ന ഒരു തിയറി കൂടിയാണ് ഈ ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ദെൻ ഈ തിയറിയിൽ വന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്റ്റേണലിറ്റിക്ക് ആണ്, അതായത് ഇന്റേണൽ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളത് മാത്രം നോക്കാതെ എക്സ്റ്റേണലി എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എക്സ്റ്റേണലി നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ തിയറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ്, നോക്കുക. Thanks for watching.